ഇനി അഥവാ കേസ് വരികയാണെങ്കിൽ ആഭ്യന്തര വകുപ്പ് രമേശിനും കിട്ടും, ആർസിക്കും കിട്ടും, ധനവകുപ്പ് വളരെ പ്രധാനപ്പെട്ട വകുപ്പ് VDക്കും കിട്ടുമെന്നാണ് ഒരു അഭിപ്രായമായി റോഷിപാൽ പറഞ്ഞു വയ്ക്കുന്നത്. അതിനോട് യോജിക്കുന്നുണ്ടോ? അതേ അഭിപ്രായം തന്നെയാണ് എനിക്ക്. കാരണം സ്വാഭാവികമായും KC വേണുഗോപാൽ വന്നു കഴിഞ്ഞാൽ മറ്റ് രണ്ട് നേതാക്കൾക്ക് പ്രധാനപ്പെട്ട വകുപ്പുകൾ തന്നെ കൊടുക്കേണ്ടി വരും. മന്ത്രിസഭയിൽ നിന്ന് മാറിയിരിക്കാനുള്ള ചാൻസ് ഇല്ല, ഒരു സാധ്യതയില്ല. മുതിർന്ന നേതാവാണ്. അത് മാത്രം MLA-മാരുടെ പിന്തുണയുണ്ട്. KCക്ക് MLA-മാരുടെ പിന്തുണയുണ്ട്, മുതിർന്ന നേതാവാണ്, ഹൈക്കമാൻഡിന് അടുത്ത് നിൽക്കുന്ന നേതാവാണ്. സ്വാഭാവികമായി അദ്ദേഹത്തിന് ക്ലെയിമുണ്ട്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം മത്സരിച്ചിട്ടില്ല. ഒരു ഉപതെരഞ്ഞെടുപ്പ് പോലും എന്താണ് അദ്ദേഹത്തിന് മുന്നിലുള്ള വെല്ലുവിളികളൊക്കെ എന്താണെങ്കിലും ഈ പറഞ്ഞ ഫോർമുല അത് കറക്റ്റാണ്. RC ആഭ്യന്തര വകുപ്പാവും, ഒപ്പം ധനവകുപ്പിലേക്ക് സതീശൻ മാറേണ്ടി വരും. അത്രയും സാഹചര്യം ഉണ്ടാവും. അത് കൃത്യമായി കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ സാധ്യത VD സതീശൻ മുഖ്യമന്ത്രി ആയാൽ എന്നുള്ളതാണ്. VD സതീശൻ മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യത മൂന്നാമത്തേത് തന്നെയാണോ? തീർച്ചയായും അതൊരു വിദൂര സാധ്യതയാണ്. കാരണം നിലവിൽ ഒന്നാമത് സംസ്ഥാനത്തുണ്ടായിരിക്കുന്ന ഈ പ്രതിഷേധങ്ങളൊക്കെ വലിയ അതൃപ്തി രാഹുൽ ഗാന്ധിക്കുണ്ട്. ഈ പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഫ്ലെക്സ് അതൊക്കെ ഉണ്ടായത് തീർച്ചയായും VD സതീശൻ്റെ പേരിലാണ്. അദ്ദേഹത്തെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എന്നൊരു വിമർശനമുണ്ട്. അത് മാത്രമല്ല അദ്ദേഹം നേതൃത്വം വെല്ലുവിളിച്ചു എന്ന തരത്തിലൊക്കെ അതിനെ വ്യാഖ്യാനിക്കുന്നു. അത്തരത്തിൽ റിപ്പോർട്ടുകളും ഹൈക്കമാൻഡിൻ്റെ പക്കലുണ്ട്. സ്വാഭാവികമായും വിദൂര സാധ്യതയാണെങ്കിൽ സാധ്യതയാണ്. അത് പക്ഷേ VD സതീശൻ മുഖ്യമന്ത്രി ആയേക്കാം. പക്ഷേ അങ്ങനെ സാധ്യത വന്നു കഴിഞ്ഞാൽ KC വേണുഗോപാൽ സെൻട്രൽ ദില്ലിയിൽ തുടരും. അദ്ദേഹം കൂടുതൽ ശക്തനായി തന്നെ തുടരും. പക്ഷേ രമേശ് ചെന്നിത്തല മന്ത്രിസഭ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഒന്നാമത് ഒരു ജൂനിയർ സീനിയർ പ്രശ്നമുണ്ടാവും. അത്തരത്തിലൊരു സാഹചര്യമൊക്കെ ഉണ്ടാവും. രമേശ് ചെന്നിത്തല മന്ത്രിസഭയിൽ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോഴും ധനവകുപ്പ് മുഖ്യമന്ത്രി കയ്യിലായിരിക്കും. അങ്ങനെയാണ് VD സതീശനിലായിരിക്കും. ആഭ്യന്തരമൊക്കെ മറ്റു ആൾക്ക് വീതിച്ചു കൊടുക്കേണ്ടി വരും. സ്വാഭാവികമായിട്ട് രമേശ് ചെന്നിത്തല ഒരു ക്യാബിനറ്റ് പദവിയോടെയൊക്കെ പുറത്തൊരു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകാനാണ് സാധ്യത. റോഷിപാലിന് എന്തായാലും തോന്നുന്നത് അങ്ങനെ തന്നെയാണോ ഒരു സാധ്യത കാണുന്നത്? ഈ VD സതീശൻ അഥവാ മുഖ്യമന്ത്രി ആയാൽ നോബൽ പറഞ്ഞതുപോലെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. കാരണം ഹൈക്കമാൻഡ് VD സതീശനെ അനുകൂലിച്ചുള്ള പ്രകടനങ്ങളൊക്കെ കടുത്ത സംതൃപ്തി രേഖപ്പെടുത്തിയതാണ്. അപ്പം അതുമാത്രമല്ല, ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷിയുടെ സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്നെ രംഗത്തിറങ്ങി VD സതീശന് വേണ്ടി പറഞ്ഞതിലൊക്കെ അസംതൃപ്തിയുണ്ട്. അങ്ങനെ ഒരു കീഴ്വഴക്കമില്ല, ഒരു സമ്മർദ്ദത്തിന് വഴങ്ങിയത്. അതുകൊണ്ട് VD സതീശൻ്റെ സാധ്യത മങ്ങുന്നത് അവിടെയാണ്. പക്ഷേ ജനപിന്തുണയുണ്ടെന്നൊക്കെ കൃത്യമായി ഹൈക്കമാൻഡിന് അറിയാം. അതുകൊണ്ട് VD സതീശൻ ഇനി മുഖ്യമന്ത്രി ആയാൽ സ്വാഭാവികമായും അതിൽ KC വേണുഗോപാൽ പങ്കാളിയാകില്ല. KC വേണുഗോപാൽ ഇവിടെ തന്നെ നിൽക്കും. MLA-മാരുടെ പിന്തുണ നമ്മൾ വീണ്ടും ഓർക്കേണ്ടതാണ്. KC വേണുഗോപാലിനാണ് കൂടുതൽ, VD സതീശന് ഏറ്റവും കുറവാണ്. രമേശ് ചെന്നിത്തലയും മന്ത്രിസഭയുടെ ഭാഗമാകാൻ സാധ്യതയില്ല. രമേശ് ചെന്നിത്തല മറ്റെന്തെങ്കിലും പദവികളിൽ, ഒരുപക്ഷെ പാർട്ടി പദവിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പദവികളിൽ പരിഗണിക്കേണ്ടി വരും. അത് കാരണം അതിന് അങ്ങനെ രണ്ടുപേരെ പദവി കൊടുത്ത് രമേശിനെ അക്കോമഡേറ്റ് ചെയ്ത് അങ്ങനെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് മൂന്ന് കാര്യങ്ങളിലും വരാനുള്ള പ്രധാനപ്പെട്ട സാധ്യത.